ഹലോ ഗായ്സ്, ഞാൻ ഈ കുരുട്ട് പെണ്ണും കൂടെ ഇന്നൊരു യാത്ര പോവുകയാണ്. പെരിങ്ങമല പോയാണ്. അപ്പം നമുക്ക് എവിടെ സ്ഥലം ഒന്നുകൂടെ പറ, കേട്ടില്ലെന്നു. പെരിങ്ങമല. ഇപ്പം നമുക്ക് സുമതി വളവൊക്കെ കാണണ്ടേ. കുറേ നാളായാലും നമ്മൾ കുറച്ച് നാൾ, ഇത്ര 1.5 വർഷമൊക്കെ ആവുമല്ലേ പോയിട്ട്. ആയിട്ടുണ്ട്, ഏകദേശം ആവും. അപ്പോൾ പോയിട്ട് വരാം. കുറച്ച് സ്ഥലങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ശീലമില്ല, കുറ്റം പറഞ്ഞ ശീലമുള്ളൂ. അതുമല്ല, ബൈക്കിലല്ലേ പോണത്. എന്താവോ പിടിച്ചിരിക്കണം, ബാക്കിലോട്ട് പോവരുത്. അപ്പം ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ കാരയിട്ട് കഴിഞ്ഞിരിക്കുന്നു. അവിടെ വലിയ തിരക്കൊന്നുമില്ല. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കൊന്നും ഇല്ല.
തിരക്കാണ് കല്ലറ ജംഗ്ഷനിൽ. ഇനി അറിയാന്നുള്ള പല പല മുഖങ്ങളും നമ്മൾ അതെ, ഈ മോന്ത വലിച്ചിറക്കണ മുഖങ്ങൾ കാണും. കണ്ടല്ലോ, ഇവിടുന്ന് കല്ലറ ജംഗ്ഷൻ തുടങ്ങുകയാണ്. അറഫ ടെക്സ്റ്റൈൽസ്. കൈ സൈഡിലോട്ട് കൊണ്ടുപോകല്ലേ പറഞ്ഞില്ലേ? കണ്ടല്ലോ, ഇതാണ് കല്ലറ ജംഗ്ഷൻ. പക്ഷെ ഇന്ന് ഇവിടെയും തിരക്കൊന്നുമില്ല. താജ്മഹൽ അങ്ങോട്ട് കല്ലറ ചന്തയാണ് അല്ലേ? ആ, അങ്ങോട്ടാണ് ചെറിയൊരു ഓർമ്മ. നേരെ പോണ റോഡ് പരതന്നൂർ റോഡാണ് കല്ലറ. ഇവിടെയാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റാൻഡ്. ഇത് സ്കൂള്, കല്ലറ സ്കൂളാണ്. ഇതാണ് കൊലക്കട. കല്ലറ ജംഗ്ഷൻ കഴിഞ്ഞു. കണ്ടോ? ഇത് ഗോകുലം, വെഞ്ഞാറമൂടിൻ്റെ ഗോകുലം ഹോസ്പിറ്റലിൻ്റെ ബ്രാഞ്ചാണ് ഇവിടെ. ചിരിയടി. പാലോട് വനം എത്തി. വേണ്ട, പാലോട് വനം എന്നല്ല, മൈലമൂട് കഴിഞ്ഞു. നല്ല രസമുണ്ടല്ലേ? അങ്ങോട്ടൊക്കെ കയറിപ്പോയാലേ വിറകിഷ്ടം പോലെ കിട്ടും. വേണ്ട, കയറിപ്പോയി പാമ്പൊക്കെ ഇപ്പം വിറവിൻ്റെ ആ, ഇപ്പം ആളുകൾ വിറവ് തിരക്കി തുടങ്ങി കുട്ടി. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് പറക്കാറുണ്ട് ആൾക്കാർ ഇവിടെ. ആ, ആളുകൾ പറക്കും. ദൂരെ സ്ഥലത്തു നിന്നൊക്കെ വന്ന് പറക്കും. ഒരു സ്ഥലത്തുനിന്നല്ല, ഇവിടുത്തെ ആൾക്കാർ ഫുള്ള് ഇവിടെ നിന്ന് വന്ന് തന്നെയാണ് പറക്കുന്നത്. രാത്രി ഇത് ബൈക്കിൻ്റെ സൗണ്ട് കാരണം നമ്മൾ സംസാരിക്കുന്നത് അറിയാൻ പറ്റൂല. അങ്ങനെ കീറി വിളിക്കേ. പാലമുണ്ട്. എൻ്റെ മോളാണ് വണ്ടി ഓടിക്കുന്നത്. എൻ്റെ മോൾക്ക് ഭയങ്കര സ്പീഡാണ്. സൗണ്ടിൽ പറഞ്ഞു വണ്ടിയുടെ സൗണ്ട് കൂടെ ഉള്ളത് കേൾക്കണത് നിങ്ങൾ കേട്ടാൽ മതി. സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. വണ്ടിയുടെ സൗണ്ട് കാരണം ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്നാണ് എൻ്റെ മകള് പറയണത്. ആ വളവ് എവിടെയടി? സുമതി വളവ്. ഇതാണ് സുമതി വളവ്. ഇവിടെയാണ്. ക്യാമറയൊക്കെ വെച്ച് കേട്ടോ അവിടെ. നമ്മൾ രാത്രി 12 മണിക്കൊക്കെ വന്നിട്ടുണ്ട്. 12:30 1 മണിക്കൊക്കെ ഇതുവഴി പോയിട്ടുണ്ട്. 11:30 മണിക്ക് 11:30 മണി 12 മണിക്കകത്ത് വെച്ചൊക്കെ പോയിട്ടുണ്ട്. പെരിങ്ങമല പോയിട്ട് ഇതാണ് സുമതി വളവ്. ഇവിടെ കണ്ട സുമതി വളവ്. ആളുകളെ ഇവിടെയൊക്കെ വന്ന് വീഡിയോ പിടിക്കും. ബ്ലോഗർമാർ വീഡിയോ പിടിച്ചിട്ട് ഇവിടെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. സുമതി കയറി പിടിക്കും പാതിരാത്രി. സുമതി എന്തൊരു വണ്ടിയൊക്കെ തടഞ്ഞ് നിർത്തും എന്നൊക്കെയാണ് പറയുന്നത്. വെറുതെയാണ് അതൊക്കെ. വെറുതെ പടച്ചു വിടുന്ന കഥകൾ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുള്ളത് തന്നെ കേട്ടോ. അത് കുറേ വർഷങ്ങൾക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. എല്ലായിടത്തും ഇപ്പോൾ ക്യാമറ, എല്ലാ വളവിലും ഇപ്പോൾ ക്യാമറയുണ്ട്. രസമാണ്. ഇവിടെ നല്ല തണലുണ്ട്. മരങ്ങളായത് കാരണം നല്ല തണലുണ്ട് ഗായ്സ്. നല്ല തണലുണ്ട്. നമ്മളെ രേണുസുതി എന്തരായ ബാർ ഡാൻസൊക്കെ കളിച്ച് അർമാദിച്ച് ഉല്ലസിച്ച് അങ്ങനെ രേണുസുതി. ഇത് വ്ളോഗാണ്, ഇത് റിയാക്ഷൻ വീഡിയോ അല്ല. ഇതൊന്നും പറയട്ടെ. ഉറക്കത്തിൽ രേണുസുതി ഇല്ലാത്ത കളിയില്ല. രേണു ഇല്ലാത്ത കളിയില്ല. പാവം. അപ്പം എന്താ പാലോട് വനം കണ്ടോ? ചായ കൊടുക്കണം. ഇവിടെ അക്കേഷ്യ മരം എവിടെ? അവിടെ നിന്നിട്ടാണ്. കൂടെ നമ്മളെ കാണിച്ചു. ഇതിന് ഭയങ്കര സ്പീഡാണ് ഈ പെണ്ണിന്. നമുക്കൊരു കുത്തു കയറി കേട്ടോ. മര്യാദയ്ക്ക് പോകണം. അപ്പം നമുക്ക് ഇനി
ഇല്ലേടി എല്ലാം ഉണ്ട്. കിടന്ന് കൊതിക്കുന്നതാണ് അദ്ദേഹം. നമ്മളിത്തിരി ഇവിടെ എവിടെയെങ്കിലും നിന്നൊന്നേ ഒന്ന് റെസ്റ്റ് എടുക്കണം. പോവാം. അയ്യോ ഈ പെണ്ണെ കൊല്ലാൻ കൊണ്ട്. അതെ, ഈ കൈയും വയ്യാത്ത കൈയും വെച്ചോണ്ടാണ് ഇത്ര നേരം വ്ളോഗ് എടുത്തത്. ഞാൻ ഈ മമ്മീനോട് പറഞ്ഞാണ് വേണ്ട വേണ്ട വേണ്ട. ഒരു കൈ കൊണ്ടാണ് വണ്ടി പിടിക്കുന്നത്. അത് ആ ബസ്സിലെ മണൽ അത്രയും കൂടെ കണ്ണിലടിച്ച് കിട്ടും. എന്തൊരു പേര് അതിൻ്റെ കിളിമാനൂര് ഏത് റൂട്ട്? പാലൂട ആ റൂട്ട് പോയി. അയ്യോ മനുഷ്യനെ കൊണ്ടുപോണ ബസ് മണലും കൊണ്ടാണ് പോയത്. ഗായ്സ് നമുക്കിവിടെയൊക്കെ ഒന്ന് കാണാം. ക്ഷീണിച്ചു. എത്ര ദൂരെ ഇറങ്ങി. ഇവിടെയൊന്നും ഒരു കടയില്ല, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം കുടിക്കുമായിരുന്നു. കാടാണ് കണ്ട, ഇവിടെ മൊത്തം കാട്. ഈ കാട് എന്തെന്ന് പറഞ്ഞതാണ്ട് നമ്മളിവിടെ വണ്ടി നിർത്തി. ഇതുകൊണ്ടാണ് ഈ സാധനം വേണ്ടാണ്. ഞാനേ പേടിച്ചാണ് വണ്ടി ഓടിച്ചത്. ഞാൻ നോക്കിയപ്പോൾ ഒരു കയ്യിൽ ക്യാമറയൊക്കെ പിടിച്ച് സൈഡിലോട്ടൊക്കെ കൊണ്ടുപോയി. എന്തരപ്പീ വീണ ആര് സമാധാനം പറയും? നമുക്കേ ഗൈസ്, അത് നമുക്ക് വ്ളോഗ് എടുത്ത് ശീലമില്ല, അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇനി അപ്പുറത്ത് പാലോട് ജംഗ്ഷൻ ആവും. അവിടെ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് പോയാലാണ് പെരിങ്ങമല എത്തുന്നത്. അപ്പോഴാണ് എൻ്റെ വല്യമ്മയുടെ വീടിരിക്കുന്നത്. അപ്പം നമുക്ക് എവിടെയെങ്കിലും ചെന്ന് ഇച്ചിരി വെള്ളമോ തലവേദന ചായ എന്തെങ്കിലും കുടിച്ചിട്ട് പോകാം. അപ്പം തിരിഞ്ഞാണല്ലേ അമ്മമാരൊക്കെ നിൽക്കുന്നുണ്ട്, എല്ലായിടത്തും ഉണ്ട്. വേറെ പണിയൊന്നുമില്ല. ഇവിടെ തിരിഞ്ഞാണ് പോണം. സ്ഥലങ്ങൾ കാണിച്ചത്. ഇത് കോളേജ് കഴിഞ്ഞ് കേട്ടാ, കോളേജ് കഴിഞ്ഞ് ഇതെന്താ തെന്നൂരാതി. എനിക്ക് ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ ഇതാണ്. ഇനിയിപ്പം അങ്ങോട്ട് റബ്ബറാണ്. ഏകദേശമൊക്കെ വീടെത്തി. നമ്മൾ ഉദ്ദേശിച്ച് വന്ന സ്ഥലം ഏകദേശം എത്തിയിരിക്കുന്നു. ഭയങ്കരമായ വെയിൽ. വ്ളോഗേഴ്സ് വരുന്നുണ്ടേ. മാറിക്കോളി. മരുന്നെങ്ങാണ്ട് ഒരു അമ്പലം. ഈ ഇലക്ഷൻ ആയാലും ഇതാണ്ട ഇവിടേക്കുള്ള റോഡുകൾ കിടക്കണ കാണാം. ആ പെരിങ്ങമലയിൽ നിന്ന് ഇങ്ങോട്ട് ഇക്ബാൽ കോളേജിൻ്റെ അങ്ങോട്ട് വരുന്ന ആ റോഡ് ഭയങ്കര കട്ടർ. സ്ഥാനാർത്ഥികളെന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫലമുണ്ട്. വോട്ട് കൊടുത്തിട്ട് കാര്യമില്ല. പിടിച്ചിരിക്കണം. ഞാൻ പിടിച്ചിട്ടില്ല. നിൻ്റെ ഷർട്ടിലാണ് പിടിച്ചിരിക്കുന്നത്. എൻ്റെ ഷർട്ടോടെ പോവും. അതിവിടെ ഒരു തോടുണ്ട്. ഈ കാക്കയൊക്കെ വെള്ളം കുടിച്ചോളാൻ വയ്യാഞ്ഞ തോടിയൊക്കെ ഉള്ളത് ഭയങ്കരമായ ബഹളം. അങ്ങനെ നമ്മൾ ഏകദേശം വീടിൻ്റെ ഭാഗം എത്തിയിരിക്കുകയാണ്. ഏകദേശം എത്തി. ഗൈസിൻ്റെ കുറച്ച് പോത്തുകളൊക്കെ ഉണ്ട്. പേടിച്ച് ദൂറിയാണ് ഈ ബൈക്കിലിരിക്കുന്നത്. എന്തേരിക്കുന്നത് റോഡുകൾ ഇനിയാണ് നമ്മൾ സാഹസികൾ തുടങ്ങുന്നത്. റോഡുകൾ ശരിയാവാത്തൊരു കഷ്ടം. ബിറ്റി മുരളി സാധിക്കും. ഈ റോഡൊക്കെ ഇലക്ഷൻ ആകുമ്പോൾ ആളുകൾ വോട്ട് ചെയ്തങ്ങ് മത്സരിപ്പിച്ച് വിടുന്ന അയ്യോ ഒരു വല്ലാത്ത ഗതികേടായി. ഉറപ്പാക്കാനും പറ്റുന്നില്ല. മിണ്ടാതോടെ ഇരുന്നോളാം. അയ്യോ ഇവിടെ ഒരു കാടാണ്. ഒരു കാടും മഴയും താണ്ടി ഒരു കയ്യിൽ ക്യാമറ പിടിച്ചോണ്ടിരിക്കേണ്ടത്. അങ്ങനെ നമ്മൾ കാടും മലയും താണ്ടി എൻ്റെ പൊറിഞ്ഞോ സുധി. പിന്നെ വെറുതെ അത് വായിൽ പോയി കിടക്കണതാ കാസുകയില്. എല്ലാവരും ചിരിപ്പിക്കല്ലേ. ഇറങ്ങിപ്പോ നൈസ്. വല്ല വിധേനെ വീടെത്തി. ഇതാണ് വീട്. നമ്മൾ ഉദ്ദേശിച്ച ഭവനത്തിലെത്തിയിരിക്കുകയാണ്. നമ്മൾ നേരെ അങ്ങ് അകത്തോട്ട്
പ്രവേശിക്കട്ടെ. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച വീട്. ഇവിടെയാണ് നമ്മൾ വന്നത്.